ശ്രീ സണിയം കബിക്കാട്, സർക്കാർ 2018 എടുത്ത നിലപാട്, അന്ന് നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അന്നത്തെ പ്രസംഗങ്ങൾ ഇപ്പോൾ വീണ്ടും പൊതുജനങ്ങളെ ഓർമ്മിപ്പിക്കാൻ വീണ്ടും പ്രതിപക്ഷ നിരയിൽ നിന്നും അതിങ്ങനെ വീണ്ടും വീണ്ടും കേൾപ്പിക്കുകയും കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങേക്കും ഓർമ്മയുണ്ടാകും അന്ന് എന്തൊക്കെ പ്രതീക്ഷകൾ നൽകുന്ന പ്രസംഗങ്ങൾ, പ്രതികരണങ്ങൾ നടന്നു എന്നുള്ളത്. അതിനുശേഷം നടന്ന നവോത്ഥാന സമിതി, വനിതാ മതിൽ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ നേരെ തിരിച്ച് ആചാര സംരക്ഷകരായി സർക്കാർ മാറുമ്പോൾ അതിനെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? ഇപ്പോൾ സ്ത്രീ പ്രവേശം എന്നുള്ളത് ഇപ്പോൾ അത് പറയേണ്ട കാര്യമില്ല, സ്ത്രീകളെ പ്രവേശിപ്പിക്കൂ എന്ന് ബിന്ദു അമ്മണി ചോദിക്കുമ്പോൾ അവരെ പോലുള്ളവർക്ക് വരാനുള്ള ഇടമല്ല എന്നാണ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത്. അല്ല, ഇക്കാര്യത്തിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധാപൂർവം നമ്മൾ കാണേണ്ടതുണ്ട്. അതിലൊന്ന്, ഈ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ഗവൺമെൻറ് അല്ലെ ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ചൊരു കാര്യം ശബരിമലയിലെ വികസനവുമായി ബന്ധപ്പെട്ടൊരു സംഗമം നടത്തുന്നതാണ്. ഇതൊരു സ്റ്റേറ്റിൻ്റെ ഭാഗമായി അത്തരം ഒരു കാര്യം ചെയ്യുമ്പോൾ ഇവിടുത്തെ ഹിന്ദുക്കളുടെ പ്രശ്നമായിട്ടോ വിശ്വാസികളുടെ പ്രശ്നമായിട്ടോ മാത്രം നമ്മളിതിനെ കാണാൻ പറ്റില്ല. ഇതൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അത്തരമൊരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ഈ ഗവൺമെൻറ് ഇതിനു മുൻപ് നടത്തുന്ന വികസനത്തിൻ്റെ രീതിശാസ്ത്രം അതുമായി ബന്ധപ്പെട്ട ജനങ്ങളെ വിളിച്ചു ചേർത്താണോ തീരുമാനം എടുക്കാറുള്ളത്? ഏതെങ്കിലും ഗവൺമെൻറ് അങ്ങനെ ഒരു രീതി ഇവിടെ ഇല്ലല്ലോ. പിന്നെ ശബരിമലയിൽ മാത്രം അയ്യപ്പന്മാരെ വിളിച്ചു ചേർക്കണമെന്ന് ഇവർക്ക് തോന്നുന്നതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട് നമ്മൾ കാണേണ്ടത്. അത് പലരും പറയുന്നത് പോലെ അത് മൂന്നാമട്ട ഭരണമാവാം, കുശാഗ്രബുദ്ധിയാവാം, പല കാര്യങ്ങളാവാം. ഇപ്പം എനിക്ക് മുൻപ് സംസാരിച്ച സുഹൃത്ത് പറയുന്നത് അയ്യപ്പ കോപമാണെന്നാണ്. രാഷ്ട്രീയ ചർച്ചയിലാണ് പറയുന്നത്, ആ വാക്കൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ കാണണം. അയ്യപ്പ കോപം. 2018 പിണറായി വിജയൻ വലിയ കുറ്റകൃത്യം ചെയ്തു എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. അതിൻ്റെ കാരണം ഇന്ത്യൻ ഭരണഘടനയെ ബഹുമാനിക്കുകയും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് തന്നെ ഇന്ത്യയിലെ തർക്കപ്രശ്നങ്ങളടക്കം എല്ലാ കാര്യങ്ങൾക്കും തീരുമാനമുണ്ടാക്കണമെന്ന് വിചാരിക്കുന്നൊരു പൗരൻ എന്ന നിലയിലാണ് അന്ന് പിണറായി വിജയൻ പറഞ്ഞതിന് ഞാൻ കാണുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭൂരിപക്ഷ വിധിയിൽ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ടെന്ന് പറഞ്ഞു. അത് കേരളത്തിൽ നടപ്പിലാക്കും, ശബരിമലയിൽ നടപ്പിലാക്കും. ഇതൊരു ഭരണാധികാരി പറയാൻ ബാധ്യസ്ഥമാണ്. അപ്പോൾ ആ ഒരു ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകരായിട്ടുള്ള സുപ്രീം കോടതി വിധിയെക്കെതിരെ നടന്ന വലിയ ഒരു സമരം, നാമജപഘോഷയാത്ര എന്ന പേരിൽ റിച്വലും സമരവും കൂടി ഒരുമിച്ച് വന്ന് നടത്തിയ ആ പ്രതിരോധത്തെ ആശയപരമായും സംഘടനാപരമായും മറികടക്കുന്നതിൽ പരാജയപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ ഒരു ഇടപാടാണ് ഈ സംഗമത്തിൽ കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഈ കേരളത്തിൽ ഭക്തർ ഇന്നലെയൊന്നും ഉണ്ടായതല്ല, പ്രത്യേകിച്ച് ശബരിമല ഭക്തർ നൂറുകണക്കിന് വർഷങ്ങളായി കേരളത്തിലെ ഏറ്റവും സാധാരണ മനുഷ്യർ കൂട്ടത്തോടെ പോകുന്നൊരു സ്ഥലമായിരുന്നു ഈ പറയുന്ന കാനന ക്ഷേത്രമായ ശബരിമല. അത് ഹിന്ദു ആക്കിയതിനെക്കുറിച്ചൊക്കെ വലിയ തർക്കങ്ങൾ നിലവിലുണ്ട്. ആ തർക്കങ്ങൾ എന്തുകൊട്ടെ, അതങ്ങനെ തർക്കമുണ്ട് എന്ന കാര്യം എല്ലാവരും അംഗീകരിക്കണം. കേരളത്തിലുള്ളവർ തർക്കമുണ്ട് ആ കാര്യത്തിൽ. ഇതൊരു ഹിന്ദു ക്ഷേത്രം തന്നെയാണോ? ഹിന്ദു പുരാണങ്ങളിൽ അയ്യപ്പനെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ടോ? ശരണം വിളി ഈ പറയുന്ന സോക്കോൾഡ് ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഹിന്ദു സംസ്കാരത്തിൻ്റെ ഭാഗമാണോ? തുടങ്ങിയ തർക്കങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഈ ഭക്തജനങ്ങൾ പണ്ട് മുതലേ ഉള്ളതാണ്. ഇപ്പോഴത്തെ ഭക്തജനങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അവർ ഒരു രാഷ്ട്രീയ ഗണമായി, ഒരു പൊളിറ്റിക്കൽ കാറ്റഗറിയായി കേരളത്തിൻ്റെ വിഷയങ്ങളിൽ ഇടപെടുന്ന ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയായി മാറിയിരിക്കുന്നു. അവർ വെറും അമ്പലങ്ങളിൽ പോയി തൊഴുന്ന ഭക്തരല്ല, നിശ്ചിതമായ താല്പര്യങ്ങളാൽ നയിക്കപ്പെടുന്ന ഒരു ഗ്രൂപ്പായി രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു. അതുകൊണ്ട് ഈ മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിൻ്റെ വളരെ വ്യക്തമായൊരു സൂചനയാണ് ഇതിനകത്ത് കാണുന്നത്. അത് തീർച്ചയായും ഒരു ജനാധിപത്യ സമൂഹത്തിന് ഒട്ടും ഭൂഷണമായ കാര്യമല്ല. അത് ഹിന്ദുക്കളായാലും കൊള്ളാം, ക്രിസ്ത്യാനികളായാലും കൊള്ളാം, മുസ്ലിങ്ങളായാലും കൊള്ളാം. അവർ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ എല്ലാം നിയന്ത്രണം ഞങ്ങൾക്കാണെന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതൊരു കാര്യം, ഭഗവത്ഗീതയുടെ തത്വങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള ഭക്തരെയാണ് ക്ഷണിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്.
അപ്പോൾ ഇതൊക്കെ വലിയ തർക്ക പ്രശ്നമാണ്. ഈ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രി എന്നതിൽ വിശാല ഇടതുപക്ഷക്കാരൊന്നും ഇതുവരെ രംഗത്ത് വരുന്നത് ഞാൻ കണ്ടില്ല. ഇടതുപക്ഷ ബുദ്ധിജീവികൾക്ക് ഇക്കാര്യത്തിലുള്ളൊരു അഭിപ്രായം കേൾക്കാൻ യഥാർത്ഥത്തിൽ താല്പര്യമുണ്ട്. അപ്പോൾ ഭഗവത്ഗീതയിൽ എന്താണ് പറയുന്നതെന്ന് ഭക്തൻ പറയുന്നത് പോലെയല്ല, അല്ലാത്ത ഒരു വിമർശ പാരമ്പര്യവും ഉണ്ട്. അത് ഭക്തർ അംഗീകരിക്കലായിരിക്കും, പ്രത്യേകിച്ച് റിലീജിയസ് ഫനാറ്റിക്സുകൾ ഒരിക്കലും അംഗീകരിക്കലായിരിക്കും. പക്ഷേ അത്തരൊരു അഭിപ്രായമുണ്ട്. ഇടതുപക്ഷ സംസ്കാരത്തിൽ ഏറ്റവും പിടിക്കുന്ന DD കൊസാംബി തന്നെ ഭഗവത്ഗീതയെ കുറിച്ച് പറഞ്ഞത് അതൊരു പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളുടെ ഒരു പുസ്തകമാണെന്നാണ്, ടോട്ടോളജിയാണെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ വിമർശനങ്ങളുണ്ട്. ഈ ഭഗവത്ഗീതയൊക്കെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് യാദൃച്ഛികമാണെന്ന് ഞാൻ എന്തായാലും വിചാരിക്കുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ നാമജപ ഘോഷയാത്രയുടെ ഒരു പരിസമാപ്തിയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ്റെ കാറിലാണ് വരുന്നത്. അദ്ദേഹം കഴിഞ്ഞൊരു 2-3 മാസമായി കേരളത്തിൽ നടത്തുന്ന പ്രസ്താവനകൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ, ക്രിസ്ത്യാനികൾക്കെതിരെ, അന്യമതസ്ഥർക്കെതിരെ നടത്തുന്ന പ്രസ്താവനകൾ നമ്മളെല്ലാവരും നിരന്തരം കേൾക്കുന്നതാണ്. ഇങ്ങനെ ഒരാളെ, ഇത് ഗുരുവിൻ്റെ പാതയല്ലത്, ഇത്തരം ഒരാളെ ഐഡിയലൈസ് ചെയ്തെടുക്കുന്നത് എന്തിനാണെന്നുള്ളൊരു ചോദ്യം ബാക്കിയുണ്ട്. ഒരുപക്ഷെ ഇതൊക്കെ ചെയ്ത് ഇപ്പം ഇവിടെ തർക്കം 4300 പങ്കെടുത്തോ 1000 പേര്, ഇതല്ല വിഷയം. ഇതിനേക്കാൾ ഗുരുതരമായി കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുന്ന വിധം ഉള്ള ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. സംഘടിതമായി ഇന്ത്യക്കകത്ത് ഹിന്ദുക്കൾ ഒരു പൊളിറ്റിക്കൽ കാറ്റഗറിയാണെന്ന് സ്ഥാപിച്ചവരാണ് ഇന്ത്യ ഭരിക്കുന്നത്. അതേ സംഭവം തന്നെ കേരളത്തിൽ അരങ്ങേറുകയാണ് ചെയ്യുന്നത്. അതിന് നേതൃത്വം കൊടുക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. അതിൻ്റെ തത്വചിന്ത വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അദ്ദേഹം പറയുന്നു. ഞങ്ങൾ ഭക്തരോടൊപ്പമാണെന്ന് പറയുന്നു, ഭരണഘടനയോടൊപ്പമാണെന്നല്ല പറയുന്നത്. ഭക്തരായാലും പൗരനായാലും സ്ത്രീയായാലും ആദിവാസിയായാലും ദളിതനായാലും ഇന്ത്യയിൽ ജീവിക്കുന്നവർ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ അത് ഭക്തർക്കും ബാധകമാണ്. പിന്നെ ആചാര സംരക്ഷകർ ആണ് രംഗത്തുള്ളത്. ഈ ആചാരങ്ങളൊക്കെ ഒത്തിരി ലംഘിച്ചാണെന്ന് ഈ കേരളം ഇങ്ങനെ ആയിത്തീർന്നത്. മുഖ്യമന്ത്രി തന്നെ 2018 ആ പ്രസംഗം നടത്തിയതാണ്. ആചാരങ്ങൾ ലംഘിച്ചാണ് ഇവിടെ നവോത്ഥാനം സംഭവിച്ചിട്ടുള്ളതെന്ന്. അതേ മുഖ്യമന്ത്രിയിൽ നിന്നാണ് ഇവിടെ ഗീതാ വ്യാഖ്യാനങ്ങൾ നമ്മൾ കേൾക്കുന്നത്. ഗീത വ്യാഖ്യാനിച്ചോട്ടെ, അതിൽ ആരാണ് യഥാർത്ഥ ഭക്തൻ എന്ന വാചകം കേൾക്കുമ്പോൾ എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങളൊക്കെയാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ 2018 എടുത്ത നിലപാടിൽ നിന്നും അത് ഞങ്ങളുടെ പിഴവാണ്, അതൊരു പിഴവായിരുന്നു, അതിൽ ഞങ്ങൾ നടത്തുന്ന തിരുത്തലാണ് എന്നാണോ അങ്ങ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അതാണോ CPM ഇപ്പോൾ ചെയ്യുന്നത്? അതായത് അങ്ങ് പറഞ്ഞ നാമജപ ഘോഷയാത്രയുടെ അവസാനം എന്ന് പറയുമ്പോൾ അതിന് അവസാനത്തിലേക്ക് എത്തുമ്പോൾ CPM എടുക്കുന്ന നിലപാട്, ഞങ്ങൾ അന്നെടുത്ത നിലപാട് ഇതാ തെറ്റിപ്പോയി, ഞങ്ങളിതാ തിരുത്തുന്നു. അത് തുറന്നു പറയുന്നതിൽ എനിക്ക് ഒരു മടിയുമില്ല. വളരെ വ്യക്തമായി ഞാൻ പറയുന്നു, 2018 ഭരണഘടനാപരമായി എടുത്ത സ്റ്റാൻഡ് പരിപൂർണമായും കൈയൊഴിയുകയും ഞങ്ങൾ ഭക്തരോടൊപ്പമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തൊരു സംഗമമാണ് അവിടെ നടന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കത്തിനും അവകാശമില്ല. ഈ അടുത്ത കാലത്തായി ഈ മുസ്ലിം വിരുദ്ധ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിരുദ്ധ പ്രചാരണങ്ങൾ ശക്തിപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഇത് യഥാർത്ഥത്തിൽ ഒരു ഹിന്ദു വോട്ട് ബാങ്കിനെ കണ്ടുകൊണ്ട് അതിനെ സമാഹരിക്കാനുള്ളൊരു നീക്കമാണ് നടത്തുന്നത്. ഒരുപക്ഷെ പെട്ടെന്ന് പിണറായി വിജയന് ജയിക്കാൻ പറ്റിയേക്കാം. പക്ഷെ അദ്ദേഹം വരുത്തി വയ്ക്കുന്ന വിന ദൂരവ്യാപകമായി കേരളത്തിൻ്റെ ചരിത്രത്തിൽ മഹാരഥന്മാരുണ്ടാക്കിയെടുത്ത വലിയ മൂല്യങ്ങളെ ബലികഴിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. മതത്തോട് യുദ്ധം ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, ഒരു മതത്തോട് യുദ്ധം ചെയ്യേണ്ട എന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ആചാര സംരക്ഷണമാണ് ചരിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നൊക്കെ പറയുന്നതിൽ ഒരു പെശകുണ്ട്. അത് തെറ്റാണ്, അതങ്ങനെയല്ല. ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയുമല്ല കേരളീയ സമൂഹത്തെ പരിഷ്കരിച്ചത്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശരി, അവരുടെ അനുഷ്ഠാനങ്ങളെ ലംഘിച്ചവരാണ് കേരളത്തെ പരിഷ്കരിച്ച് മുന്നോട്ട് കൊണ്ടുവന്നത്. ഇതിനെ കൈയൊഴിയാണ് ഇടതുപക്ഷ യഥാർത്ഥത്തിൽ. പക്ഷേ ഈ പറഞ്ഞ താൽക്കാലിക ലാഭം അത് സാധ്യമാണോ എന്ന ചോദ്യമാണ് എനിക്ക് ശ്രീ ജോർജ് പൊടിപ്പാറയോട് ചോദിക്കാനുള്ളത്.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.